ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നിങ്ങൾ ചോദിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനും നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നും അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവരെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാം മനസ്സിലാക്കാനായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതായത് ഒന്നാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയത് എന്താണ് എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. സാധാരണഗതിയിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണ്, എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, ഇത് നമ്മൾ പോയ സ്ഥലം നിനക്ക് ഇഷ്ടപ്പെട്ടോ, ഇന്ന് നമ്മൾ അവിടെ ചെന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടോ, അവിടെ ചെയ്ത കാര്യങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ, അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും. പക്ഷെ ഒരിക്കലും അവരിലേക്ക് എത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവരിലേക്ക് തന്നെ തിരിയും. ഇന്നത്തെ ദിവസം അവർക്ക് എങ്ങനെയായിരുന്നു, അതിൽ നല്ലൊരു കാര്യം നമ്മൾ ചെയ്തോ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു, അതിൽ ഏറ്റവും മികച്ചത് എന്തായിരുന്നു, അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് അവരിലേക്ക് തന്നെ തിരിയും. അവരെ കുറച്ചുകൂടി ബെറ്ററാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിന് തികച്ചും തമാശ കലർന്ന ഒരു ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോലും ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുപോകാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനും എല്ലാം സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു തർക്കത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. നമ്മൾ പരസ്പരം മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിക്കും രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്നും റീസെൻ്റ്ലി അവർക്ക് എപ്പോഴാണ് ലവ് ആൻഡ് അഫെക്ഷൻ, അതായത് നിങ്ങൾ അവരെ കെയർ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് വല്ലാത്തൊരു അഫെക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് എന്നാണ് ഫീൽ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരും അവരുടെ ലവ് ഓഫ് എക്സ്പ്രഷൻ അത് വ്യത്യസ്തമായിരിക്കും. അവരത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് പലർക്കും മനസ്സിലാകണമെന്നുമില്ല. ചിലർക്ക് തീർത്തും അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുകയുമില്ല. എന്നാൽ ചിലരത് എക്സ്പ്രസ് ചെയ്താൽ മറ്റു ചിലർക്കത് മനസ്സിലാകണമെന്നുമില്ല. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. അതായത് ലാസ്റ്റായിട്ട് ഞാൻ അവരെ കെയർ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നല്ല രീതിയിൽ ലവ് എക്സ്പ്രസ് ചെയ്തത് എന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളത് എക്സ്പ്രസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഫീലായ ഒരു അവസ്ഥയായിരിക്കുമല്ലോ അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അവർ എത്തരത്തിലാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം എക്സ്പ്രസീവ് ആണ് എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമാകും. ഇല്ല, നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അവർക്ക് വ്യക്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യനുകളിലൂടെ കൂടുതൽ പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. സ്നേഹം അത് എത്തരത്തിലുള്ള സ്നേഹമാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുക. എക്സ്പ്രസ് ചെയ്യാത്തിടത്തോളം കാലം ആ സ്നേഹത്തിന് ഒരു വിലയും ഇല്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. അതായത് ഈ റിലേഷൻഷിപ്പിൽ അവരെ ഭയപ്പെടുത്തുന്ന കാര്യം അതെന്താണ് എന്നതാണ്. ഈ ചോദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യുക എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വഴക്കുകൾ അല്ലെങ്കിൽ ഇടയ്ക്കിടെ പറയുന്ന വാക്കുകൾ, അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ പാർട്ട്ണറിനെ നമ്മളിൽ നിന്നും അകറ്റാനും അതുപോലെ തന്നെ അവർക്കൊരു പേടി ഉണ്ടാക്കുവാനുമായിട്ട് ഇടയാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതിന് ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും. ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും പലരും തരിക. അത് എന്ത് തന്നെ ആയാലും അത് അതിൻ്റേതായ രീതിയിൽ എടുക്കാനും ഉൾക്കൊള്ളുവാനും നമ്മൾ തയ്യാറായിരിക്കണം. അത് ഉൾക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യാനും ആ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യുവാനുമായിട്ട് ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുക. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് എപ്പോഴെങ്കിലും റീസെൻ്റായിട്ട് ഞാൻ ഒട്ടും വേർത്തി അല്ല അല്ലെങ്കിൽ ഞാൻ തനിച്ചാണ്, അത്തരത്തിലൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും എല്ലാത്തിനും അവരുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുമ്പോഴും അവർക്ക് ഞാൻ തനിച്ചായി എന്നൊരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാനും അത് സോൾവ് ചെയ്യാനുമായിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് യൂസ് ആകും. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ അവരെന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെപ്പോഴാണ് തനിച്ചാണെന്ന് ഫീൽ ചെയ്യുന്നത്, അതിനെല്ലാം മനസ്സിലാക്കി കണ്ടറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കാനായിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മളെ സഹായിക്കും. അടുത്തത് ഫൈനൽ ചോദ്യമാണ്, അതായത് 5ാമത്തെ ചോദ്യം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, ഞാൻ ഇതുവരെയും നിന്നോട് ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, ഞാൻ നിന്നോട് ചോദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അത്തരത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അത് പലപ്പോഴും പല കാര്യങ്ങളിലേക്കും ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇതുവരെയും പറയണമെന്ന് കരുതിയിട്ടും പറയാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവർ നിങ്ങളോട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് അവർ ഭയന്നിരിക്കുകയാണെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് അവർ നിങ്ങളോടത് പറയാനായിട്ടുള്ള സാധ്യതകളേറെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോക്ക് തുടങ്ങാനായിട്ട് ഈ ക്വസ്റ്റ്യൻ വളരെയധികം യൂസ് ആകും. ഈ വീഡിയോയിൽ പറയുന്ന ഈ 5 ചോദ്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ഈ 5 ചോദ്യങ്ങളെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറോട് തീർച്ചയായും ചോദിച്ചിരിക്കണം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ മികച്ചതാക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ തുറന്ന് സംസാരിക്കാനുമുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇത്തരം ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കുവാനും അവരെ കൂടെ ചേർത്ത് നിർത്തുവാനും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു. താങ്ക്